നദിയുടെ വിധി. പ്രഭാതത്തിൻ്റെ ആദ്യ കിരണം പുണ്യജലത്തെ തൊട്ടപ്പോൾ ഗംഗാനദി നിസ്വനമായി ദേവന്മാരോട് ചൂണ്ടിക്കാട്ടി. ഭൂമി നിശ്ചലമായിരുന്നു. മൺവായുവിൽ മൺസുവാസന പടർന്നിരുന്നു. മഞ്ഞ് പടർന്നു കിടക്കുന്ന ആകാശം ഹസ്തിനാപുരത്തിൻ്റെ കാടുകൾ കൂടെ സഞ്ചരിച്ചു. രാജാവ് ശാന്തനും ജ്ഞാനിയും ധീരനും ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു അജ്ഞാത സ്വരത്തെ പിന്തുടർന്ന്. ഗംഗ സ്വർണ്ണതാര പോലെ തിളങ്ങി നിൽക്കുമ്പോൾ ജലം ശ്വസിക്കുന്നത് പോലെ ജീവനുള്ളതായിരുന്നു. മഞ്ഞു പിളർന്നപ്പോൾ നദി തന്നെ തൻ്റെ ആത്മാവിനെ വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ആ പ്രകാശത്തിൽ അവൾ പ്രത്യക്ഷമായി. ദിവ്യയും മാനുഷിയുമായ ഗംഗ, നിത്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന ദേവത. കണ്ണുകൾ ഏറ്റുമുട്ടിയ നിമിഷം ലോകം നിശ്ചലമായി. മനുഷ്യനും ദൈവവും, രാജ്യങ്ങളുടെ വിധിയെ മാറ്റിയ ആ ക്ഷണം. ആ പ്രഭാതത്തിൻ്റെ നിശ്ചലതയിൽ നദി നോക്കി നിന്നു. വിധിയുടെ ആദ്യ നൂൽ നെയ്തു തുടങ്ങുകയായിരുന്നു. ദിവസങ്ങൾ രാത്രികളായി മാറി. ശാന്തനുവിൻ്റെ ഹൃദയം അവളെ മാത്രമായിരുന്നു ഓർമ്മിച്ചത്. ഹസ്തിനാപുരത്തിൻ്റെ മരങ്ങളുടെ നിഴലിൽ അവൻ അവളെ വീണ്ടും കണ്ടു. മനുഷ്യയോ ദേവിയോ എന്ന് തിരിച്ചറിയാനാവാത്ത സ്ത്രീ. വിറങ്ങലിച്ച വാക്കുകളിൽ അവൻ ചോദിച്ചു, "എൻ്റെ റാണിയായി നിൽക്കാമോ?" ഗംഗ ചിരിച്ചു. കണ്ണുകൾ ഗംഗാനദി പോലെ ആഴമുള്ളത്. "ഞാൻ നിനക്കായി ഭവിക്കും," അവൾ മൃദുവായി പറഞ്ഞു. "പക്ഷേ ഒരു വാഗ്ദാനം തരുക. ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ ഒരിക്കലും ചോദിക്കരുത്." അവളുടെ ദൈവികതയിൽ മുങ്ങി ശാന്തനു മൗനത്തിൻ്റെ വാഗ്ദാനം ചെയ്തു. അങ്ങനെ രാജാവ് ദേവിയെ വിവാഹം ചെയ്തു. സ്നേഹം വിധിയുമായി ചേർന്നാൽ അതിന് എപ്പോഴും ഒരു വില ഉണ്ടെന്നറിയാതെ. കാലം കഴിഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചു. അവനെ നദി തിരിച്ചെടുത്തു. പിന്നെ മറ്റൊന്ന്, പിന്നെയും മറ്റൊന്ന്. 7 പുത്രന്മാർ. ഓരോരുത്തരെയും ഗംഗ ജന്മജലത്തിലേക്ക് തിരികെ സമർപ്പിച്ചു. ശാന്തനു മൗനവേദനയിൽ നോക്കി നിന്നു. തൻ്റെ വാക്കിൽ ബന്ധിക്കപ്പെട്ട അവൻ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാനായില്ല. ജനങ്ങൾ ചർച്ച ചെയ്തു. രാജധാനി കരഞ്ഞു. പക്ഷേ ദേവി ശാന്ത. കണ്ണുകളിൽ വേദനയുടെ തിളക്കം, ചുവടുകളിൽ അനന്ത നിശ്ചയം. 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഗംഗ വീണ്ടും നദിയിലേക്കു തിരിഞ്ഞ നിമിഷം ശാന്തനുവിൻ്റെ ഹൃദയം തകർന്നു. അവൻ നിലവിളിച്ചു, "നിർത്തൂ, ഇനി സഹിക്കാനാവില്ല." വായു നിശ്ചലമായി. നദി നിശബ്ദമായി. ഗംഗ തിരിഞ്ഞു. ഇനി സൗമ്യരാണിയല്ല, നിത്യദേവതയാണ്. അവളുടെ തിളക്കം വർദ്ധിച്ചു. ശബ്ദം മേഘത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും കൂട്ടായ്മയായി മുഴങ്ങി. "നീ നിന്റെ വാക്ക് ലംഘിച്ചു ശാന്തനുവേ," അവൾ പറഞ്ഞു. "എന്നാൽ നിന്നെ ഞാൻ ശപിക്കില്ല. കാരണം നീ മനുഷ്യഹൃദയത്തോടെ സ്നേഹിച്ചു. നീ നഷ്ടപ്പെടുത്തിയ മക്കൾ ദിവ്യന്മാരായിരുന്നു. ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന ശാപിതർ. അവരെ മോചിപ്പിക്കുകയായിരുന്നു എൻ്റെ ധർമ്മം. ഈ അവസാന കുഞ്ഞു ജീവിക്കും. മനുഷ്യരിൽ ശ്രേഷ്ഠനായിരിക്കും, പക്ഷെ ഏകാഗിയാകും." അതു പറഞ്ഞ് അവൾ ശിശുവിനെ അങ്കലാക്കി നദിയിലേക്കു നടന്നു. ജലം സ്വർണ്ണതരംഗങ്ങളായി അവളുടെ ചുറ്റുമുയർന്നു. അമ്മയും കുഞ്ഞും പ്രകാശത്തിലേക്ക് അലിഞ്ഞു. വർഷങ്ങൾ കടന്നു. കുഞ്ഞു വളർന്നു. ജ്ഞാനത്തിലും ശക്തിയിലും അനുപമൻ. അവൻ ദേവവ്രതൻ. ശാന്തനുവിൻ്റെയും ഗംഗയുടെയും മകൻ. വിധി വിളിച്ചപ്പോൾ അവൻ പ്രതിജ്ഞ ചെയ്തു, വിവാഹിക്കാതിരിക്കുക, സിംഹാസനം ആഗ്രഹിക്കാതിരിക്കുക, രാജവംശത്തെ എപ്പോഴും സേവിക്കുക. ആ ദിവസം മുതൽ അവൻ ദേവവ്രതനല്ല, അവൻ ഭീഷ്മൻ, ഭയങ്കര പ്രതിജ്ഞയുടെ രൂപം. അങ്ങനെ ആരംഭിച്ചു വാഗ്ദാനങ്ങളുടെയും ശാപങ്ങളുടെയും ചങ്ങലൽ. ലോകത്തെ ഒരു ദിവസം അഗ്നിയിലാഴ്ത്താനുള്ള വിധി.